തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു പറയും, രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്നു. ആ രണ്ടാളുകളും നബിയുടെ മുമ്പിൽ വെച്ച് അവർ ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ രീതിയിലാണ്, പരിപൂർണരായ മുസ്ലിമായി അവർ ജീവിക്കാൻ തുടങ്ങാണ്. അങ്ങനെ അതിൽ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ യുദ്ധം ചെയ്ത് അയാൾ മരിച്ചുപോയി, ഷഹീദായി അയാള്. രണ്ടാമത്തെ അയാള് ഒരു വർഷം കൂടെ കഴിഞ്ഞ് സാധാരണ രീതിയിൽ കട്ടിലിൽ കിടന്നാണ് അയാൾ മരിക്കുന്നത്. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാന് രാത്രിയിൽ സ്വപ്നത്തിൽ കാണാണ് ഈ ഷഹീദായ മനുഷ്യനേക്കാൾ ആദ്യം കട്ടിലിൽ കിടന്ന് മരിച്ച മനുഷ്യൻ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. കട്ടിലിൽ കിടന്ന് മരിച്ച മനുഷ്യനാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത്. അത് അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തി. ഷഹീദായ മനുഷ്യനേക്കാൾ സ്ഥാനം സാധാരണ രീതിയിൽ മരിച്ച ആൾക്കോ? അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് അദ്ദേഹം വന്നു, നബിയോട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന, ആ കട്ടിലിൽ കിടന്നു മരിച്ച മനുഷ്യൻ ഷഹീദായ മനുഷ്യനേക്കാൾ ഒരു വർഷം കൂടെ ജീവിച്ചിട്ടില്ലേ? നബിയുടെ ചോദ്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതേ നബിയെ, ജീവിച്ചിട്ടുണ്ട്. റമദാൻ, അയാൾ റമദാനിനെ കണ്ടുമുട്ടിയിട്ടില്ലേ? ആ റമദാനിൽ ഫസാമഹു, അയാൾ നോമ്പ് നോച്ചിട്ടില്ലേ? അതേപോലെ തന്നെ അയാൾക്ക് നമസ്കാരം നിർവഹിക്കാൻ അവസരം കിട്ടിയിട്ടില്ലേ? അതുതന്നെയാണ് അയാൾ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കാനുള്ള കാരണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്.